അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാധവി, നീ ആ ചൂല അങ്ങോട്ട് കൊണ്ടിട്. കയറി വരുമ്പോ ആദ്യം കാണുന്ന ചൂല അവണ്ട. എന്തൊക്കെയുണ്ട് നാണത്തല്ലേ? ഈശ്വരാധീനന്നേ പറയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും. കല്യാണി, തണുത്ത കാറ്റ് വീശുണ്ട് മോളെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാനിവിടെ കുറച്ചേരം നിൽക്കട്ടെ അച്ഛാ. എത്ര കാലമായി വീടും തൊടിയൊക്കെ കണ്ടിട്ട്. എന്റെ ചെടികളൊക്കെ നാശായി. നീ സുഖമില്ലാതെ കിടക്കുമ്പോഴാ ചെടി. ഈ വീടും തൊടിയൊക്കെ തന്നെ ഞാൻ വന്നിട്ടാ ഇന്ന് അടിച്ചു വാരിപ്പിച്ചത്. അപ്പടി പൊടിയാ. പെരുമാറുന്നില്ലല്ലോ ആരും. നിന്റെ പഴയ കവിതകള്, അന്നത്തെ ഓരോ പ്രാന്തുകള് തോന്നിയാലിടയ്ക്ക് ഇനി എഴുതണം. മനസ്സിലുള്ളത് കടലാസിൽ പകർത്താനല്ലേ, അതിന് ഞാനുണ്ടാവും. നീ ഇത്രയ്ക്ക് പുരോഗമിച്ചോ? പിന്നെ കലാമണ്ഡലത്തിൽ ചോറും കറി വെച്ച് പഠിക്കാൻ ഇപ്പൊ എനിക്ക് വിശ്വാസമായി. നിന്നെ വെച്ച് എനിക്ക് ജീവിക്കാം. പരിപാടി പിടിക്കട്ടെ. എന്ത്? നിന്റെ ഡാൻസ് പ്രോഗ്രാം ബാഗൊക്കെ തൂക്കി പിടിച്ച് ഫേമസ് ഡാൻസർ ഉമാ മഹേശ്വരിയുടെ മാനേജറായിട്ട് ഞാൻ. ഓഹോ, എന്റെ മാനേജറാകാനാണോ ഡിഗ്രി ഒക്കെ എടുത്തു കൂട്ടിയത്? PSC റാങ്ക് ലിസ്റ്റ് പ്രകാരം എനിക്കൊരു ജോലി കിട്ടുമ്പോൾ റിട്ടയർമെന്റ് പ്രായം കഴിയും. കണ്ടിരും, ഞാൻ കാണട്ടെ. നന്ദേട്ടൻ പോ. നന്ദേട്ടൻ നിന്നാ എനിക്ക് നാണാവും. നാണാകുന്നു എന്നാ പിന്നെ നീ ആരുടെ മുമ്പിൽ ആടാൻ പോകുന്നില്ല. ആരുടെ അഹങ്കാരി? നന്ദേട്ടാ പറഞ്ഞേക്കേ. എന്താ ഇത്? കരയിൽ ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കാൻ അധികം സ്ട്രെയിൻ ചെയ്യണ്ട. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകും. സെപ്റ്റംബർ എക്സാമിന്റെ കുറെ പേപ്പേഴ്സ് ബാക്കിയുണ്ട്. വെക്കേഷൻ കഴിഞ്ഞിട്ട് പോയാ പോരാ നന്ദേട്ടാ? പോരാ, മറ്റന്നാളാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് എല്ലാം അയക്കണം. കിടന്നോളൂ. അടുത്ത ശനിയാഴ്ച ഞാൻ ഇങ്ങോട്ട് വരില്ലേ? മുടങ്ങാതെ എക്സസൈസ് ചെയ്യണം, മരുന്ന് കഴിക്കണം. ബി ഹാപ്പി ഓൾവേസ്. എനിക്കിപ്പോ നല്ല സന്തോഷമുണ്ട് നന്ദേട്ടാ. വരട്ടെ. കരിയേപ്പില കറിക്ക്. അതെ, ഞങ്ങളുടെ ഉണ്ണിയേശുവിനെ ഒരു പുൽക്കൂട്ടിലാണേ പ്രസവിച്ചത്. അതൊരു ഡിസംബർ 25-നാണേ. അന്നത്തെ ദിവസമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികള് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത് നാളെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടാൻ പറ്റിയ രാത്രി ആകുമ്പോ എനിക്കങ്ങ് ചെല്ലാം. പാതിരാ കുർബാനയ്ക്ക് പള്ളിയിലും പോവാം. എങ്കിൽ കുഞ്ഞ് റെഡി ആയിക്കോ. കുഞ്ഞിനെ നാട്ടിലേക്ക് ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ പോയിക്കോളാം. അതിന് ഞാനെങ്ങും പോകുന്നില്ലല്ലോ. അയ്യോ, അതെങ്ങനെ? ഒറ്റയ്ക്ക് എഴുതിട്ട് കഴിയാനോ? അത് പറ്റത്തില്ല. ഒറ്റയ്ക്കല്ല, ചേർത്തിയും ഇവിടെ കാണും. കൂടെ ഉള്ളവരൊക്കെ പോയി. ആ കുഞ്ഞുമോളുടെ കൂടെ പോകാൻ നിന്നപ്പോ അതിനും വിട്ടില്ല. ഇതിപ്പോ എനിക്ക് ക്രിസ്മസിന് നാട്ടിൽ പോയാ പോയി. ഉള്ളിനാൻ എന്നിട്ട് വെട്ടി നുറുക്കി കഷ്ണാക്കി ഫ്രൈ ചെയ്ത് സാപ്പിട്ടളെ. ക്രിസ്മസ് നമ്മളിവിടെ ആഘോഷിക്കും. നക്ഷത്രങ്ങളൊക്കെ കത്തിച്ച് പാട്ടൊക്കെ പാടി. മനസ്സിലായോ? മനസ്സിലായി. അകത്തു പോയി കറി ഉണ്ടാക്കി കിളവി. അയ്യോ സാറ്. ചേട്ടി ചേട്ടി, സാറിന്റെ താക്കോലിടല്ലേ? എങ്കിൽ വേഗം എടുത്തിട്ട് വാ. എപ്പോ കൊണ്ടുവരാ. അവിടെ ആരുമില്ല സാറേ. ചാവി ഇവിടെ ഉണ്ട്. എവിടെ പോയി? രണ്ടുപേരും കൂടെ തേക്കടി ടൂർ പോയിരിക്കുക.
ചേട്ടത്തിക്ക് വെക്കേഷൻ ഒന്നുമില്ലേ? ഓ, അത് പറയുകയാണെങ്കിൽ ഒത്തിരി പറയേണ്ടി വരും. അലമേല് നാട്ടിൽ പോകാനൊത്തില്ല. അവളുടെ തന്തപ്പടി ടൂറിലാണേ. എന്ത് ചെയ്യും? അതുകൊണ്ട് ചേർത്തിക്കും പോകാനൊത്തില്ല. അലമേലുവോ? അതാര്? അലമേലുവിനെ സാററിയും. നാട്ടിൽ എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? നാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയാൻ, ഒരു കാക്ക കുളിച്ച് കൊക്കായി, ഒരു കുതിരയ്ക്ക് കൊമ്പ് മുളച്ചു, ഒരു കോഴിക്ക് മുല വന്നു, പിന്നെ കാക്കകളൊക്കെ മലർന്നു പറക്കണം. അയ്യോ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പഴാണ് കാക്ക മലർന്നോർക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ പണ്ടേ ഉണ്ട്. ഇയാളുടെ നാട്ടിൽ എങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇയാൾ ജനിച്ച നാടല്ലേ, ഇയാൾ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. ചേർത്തി, അബ്ദുള്ള മലയെടുത്ത് ചെന്നില്ലെങ്കിൽ മല അബ്ദുള്ള തേടിച്ചെല്ലുന്ന് കേട്ടിട്ടുണ്ടോ? ഏത് മല, ഏത് അബ്ദുള്ള? ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസാ. എനിക്ക് സന്തോഷമൊന്നുമില്ല. എന്നാ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നമുക്ക് സാറിനൊന്ന് ഞെട്ടിക്കണം. ഞെട്ടിക്കണോ? അതെ, സാറ് ഞെട്ടണം. ചേർത്ത് റെഡി ആയിക്കോ. ഞാൻ എപ്പോഴും റെഡിയല്ലേ. എന്താ ഇവിടെ? താറാവ്, പോത്ത്, പന്നി, ചെമ്മീൻ, കരിമീൻ, ചാള, കപ്പ, തീയല്, അവിയല്, സാമ്പാർ. രസം ഉണ്ടാക്കിയിട്ടില്ല. തലേക്കൂടി ഒഴിക്കാൻ തോന്നിയാലോ? ഇവിടെ ഫുഡ് എക്സിബിഷൻ എല്ലാം നടക്കുന്നുണ്ടോ? സമാധാനത്തിന്റെ വെള്ളക്കൂടി വീശിരിക്കുകയാണല്ലോ. ഇത് കാണിക്കുകയാണ്. ജയിച്ചാളുടെ കാൽക്കൽ തോറ്റാൽ സമർപ്പിക്കുന്നത്. മനസ്സിലായില്ല. ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചു വാരിക്കൊണ്ടു എന്തിനാണോ ചോദിച്ചത്? അവിടെ വന്ന് കഴിക്കാൻ സാറിന് ബുദ്ധിമുട്ടാവൂന്നൊരു സംശയം തോന്നി. അത് ശരി, ഇതൊക്കെ എനിക്ക് കഴിക്കാനാണോ? ബാക്കിയൊന്നാ ഞാൻ കഴിച്ചോളാം. വേണമെന്നില്ല, രണ്ടുപേരും കൂടെ മുഴുവനും കഴിച്ചോണ്ടാ മതി. എടുത്തു. ചേട്ടി, അവിടെ ഡോർ നോക്കിയിട്ടില്ല. വല്ല കള്ളന്മാരും. ഒയ്യോ, ശരിയാ. ഈ സാധനങ്ങളൊക്കെ കിടന്നു പോകുന്നില്ലേ? സാറിന് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം സാർ. ശരി, എടുത്തോളൂ. സംസാരിച്ച് നിൽക്കാൻ നേരമില്ല, ഒരുപാട് ജോലിയുണ്ട് തീർക്കാൻ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. സാർ ഇത് കഴിച്ചില്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് ഞാൻ കരുതും. ദേഷ്യം ഉണ്ടല്ലോ, മാറിയെന്ന് ആര് പറഞ്ഞു? എന്നാ കാണാം. ദേഷ്യമില്ലെന്ന് പറയാതെ എന്നെ കൊന്നാലും ഞാൻ ഇവിടെ അനങ്ങല. കൊന്നാൽ എങ്ങനെ അനങ്ങുന്നേ? ദേവത്തെ, തിങ്കളാഴ്ചക്ക് മുമ്പ് എനിക്ക് ഇതെല്ലാം നോക്കി തീർക്കേണ്ടതാ. തീർക്കേണ്ടത് ഞാൻ പറഞ്ഞോ? സാറ് പേപ്പർ നോക്കിക്കോളൂ. ശല്യത്തിനൊന്നും ഞാനില്ല. പക്ഷെ ഇരിക്കും. ഭക്ഷണം ഞാൻ കഴിച്ചോളാം, കുട്ടി വയ്ക്കോളൂ. കഴിച്ചോളാന്ന് പറഞ്ഞാ എന്നോട് ദേഷ്യമില്ലെന്നർത്ഥം. അങ്ങനെ തന്നെ കുട്ടിക്കോ. ദേഷ്യമില്ലെന്ന് വെച്ചാ എന്നോട് ഇഷ്ടമാണെന്നർത്ഥം. പോകാൻ ഉദ്ദേശമില്ലല്ലേ? അറിഞ്ഞാൽ ഉടനെ പോവും. എന്തൊരു പാടായത്. ശരി ശരി, ഞാൻ മിണ്ടുന്നില്ല. അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. കഴിച്ചു കഴിഞ്ഞാ പാത്രം എടുക്കണമല്ലോ. അതെനിക്ക് വിശക്കണ്ടേ കുഞ്ഞേ? ധൃതിയില്ല. സാർ പേപ്പർ നോക്കിയോളൂ. അന്ന് കോളേജിൽ വെച്ച് പക്കത്ത് വീട്ടിലെ അലമേലു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ എതിർകക്ഷി ഇതുവരെ റെസ്പോണ്ട് ചെയ്തില്ലെന്ന് അറിയുന്നത്. അത് ഞാൻ അലമേലുവിനോട് പറഞ്ഞോളാം. എപ്പോ പറയും? സമയമാവുമ്പോ. എപ്പോ സമയാവും? ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. പോ. സർ, അത് ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒരു കുഴി കുത്തി ഞാൻ അതിലിട്ട് മൂടിക്കോളാം. കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെ നന്ദേട്ടന് ഗൗരവം കൂടിയത്. ക്ലാസ്സിലെങ്ങനെ? ഗൗരവത്തിൽ തന്നെ. ഗൗരവം കാണിച്ചിട്ട് തന്നെ ഞങ്ങൾ സാറിന്റെ തലയിൽ കയറി നിരങ്ങുക. അത് ചുമ്മാ. നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? അങ്ങനെ തോന്നിക്കും. നന്ദേട്ടന് നിങ്ങളെയൊക്കെ വലിയ കാര്യ എന്ന് സാർ പറഞ്ഞോ? അങ്ങനെയാവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അല്പം കുസൃതി കാണിച്ചാലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സാറുമാർക്ക് ഇഷ്ടാവും. മോളെ, നീ കിടക്കാൻ നോക്ക്, പുറത്ത് നല്ല തണുപ്പുണ്ട്. സാരമില്ല അച്ഛാ, അച്ഛൻ കിടന്നോളൂ. ഞാൻ ഇവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ചേച്ചി, ഏത് രാഷ്ട്രങ്ങളായാലും കുറെ യുദ്ധം ചെയ്ത് മടുക്കുമ്പോ ഇടയ്ക്കൊരു സമാധാന കരാറിൽ ഒപ്പിടും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ചില നാട്ടുരാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക. കുട്ടിക്ക് എന്ത് പറ്റി? ഒന്നും കഴിക്കുന്നില്ലല്ലോ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു മൂഡ് ഓഫ് പോലെ. എന്താ, നിങ്ങളുടെ നാടും വീടൊന്നും ഇഷ്ടായില്ലേ? ഏയ്, അതൊന്നുമല്ല, ഒരു തലവേദന. ആണോ? എങ്കിലത് പറയണ്ടേ? ഇന്ന് ഇവൾക്ക് തലവേദന, മറ്റെല്ലാപ്പോഴും ഇവളും ഞങ്ങൾക്ക് തലവേദന. ദേ, അധികം ഷൈൻ ചെയ്യണ്ടോ. ചിലപ്പോ യാത്ര ചെയ്തിട്ടാവും. ഞാൻ ബാം എടുത്തു വരാം, അത് പുരട്ടെ മാറും. വേണ്ട, ബാം പുരട്ടെ മാറില്ല. എങ്കിൽ കുട്ടി കിടന്നോളൂ, ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. ശ്രുതി, ശ്രുതി, ശ്രുതി. ചേച്ചി, ശ്രുതിയെ കണ്ടോ? ഇല്ല. അവളിത് എവിടെ പോയി? ഉണർന്ന് നോക്കുമ്പോ അവളും ഇല്ല, അവളുടെ ബാഗും ഇല്ല. എന്താ ഉണ്ടായേ? അറിയില്ല. അവക്ക് വട്ട പോയി കാണും.
ആഹാ, വന്നോ? മറ്റുള്ളവരൊക്കെ ഇവിടെ? എന്ത് ന്യായം പറഞ്ഞാലും നീ ആരോടും പറയാതെ ഇറങ്ങി പോകുന്നത് ശരിയായില്ല. ആ ചേച്ചി എന്തുമാത്രം അപ്സെറ്റ് ആയെന്നറിയാമോ? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി മുഴുവനും. പിന്നെ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് ഞങ്ങൾ തടി തപ്പിയതാ. നിനക്കെന്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വെച്ച് ശരിക്കും ഭ്രാന്ത് ആക്കിയില്ലേ? ഇതിനേക്കാളും വലിയ തമാശകളൊക്കെ നീ സ്പോട്ടിഫായിട്ട് എടുത്തിട്ടില്ലേ? നീ മാത്രമല്ല, നമ്മൾ എല്ലാവരും. ഇതെനിക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ കയറി ഹെഡ് ചെയ്യാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? നാളും ജാതവും നോക്കിയാണോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാകുക? ഇഷ്ടപ്പെട്ടു പോയി. അതൊന്നും വേണ്ടെന്ന് വെക്കണം. സാറും ചേച്ചിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടതല്ലേ? ശ്രുതി, അത് മനസ്സിലാക്കിയ അവരൊന്നാകണമെന്ന് മനസാക്ഷിയുള്ള ആരും ചിന്തിക്കൂ. എനിക്ക് മനസാക്ഷി ഇല്ല. എല്ലാത്തിനും കൂട്ടുവന്നിട്ട് അവസാനം എനിക്കൊരു വിഷമം വന്നപ്പോ എന്റെ ഭാഗത്ത് ആരുമില്ല. എല്ലാത്തിനും ചേച്ചിയും സാറും ചേച്ചിയും സാറും. നിനക്കേ അസൂയ. അതെ, എനിക്ക് അസൂയ. ആർക്കാ ഛേദം? I'm jealous. Yes, I'm jealous. You bloody cheats. ശ്രുതി വെളുപ്പിന് നാട്ടിലേക്ക് പോയി സാർ. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി കോളേജിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവള് പോയത്. സാറിനെ കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ടും അവള് കൂട്ടാക്കിയില്ല. ഇത് സാറിന് തരാൻ പറഞ്ഞു. ഈ കുട്ടി വല്ലാത്തൊരു ക്യാരക്ടറാണല്ലോ. സാറ് കരുതിയത് പോലെയല്ല. അവള് വല്ലാതെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. സർപ്രൈസുകൾക്ക് നന്ദി. എല്ലാവരുടെ മുമ്പിൽ എന്നെ ഒരു ഫൂളാക്കാൻ അവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വമായിരുന്നില്ല എല്ലാം. എനിക്കറിയാം. യു ആർ എ സാഡിസ്റ്റ്. ഐ ഹേറ്റ് യു. ഗുഡ് ബൈ. ഇവിടെ ഇറങ്ങണം. ശ്രുതി, കുട്ടി ഇങ്ങനെ എങ്ങോട്ടാ പോയത്? ഞാൻ എന്തെങ്കിലും പിടിക്കാത്ത രീതിയിൽ പെരുമാറിയോ കുട്ടിയോട്? എനിക്കതായിരുന്നു വിഷമം മുഴുവനും. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്കുള്ളൂ? വാ, ഇന്ന് ക്ലാസ് ഇല്ലേ കുട്ടിക്ക്? ഇരിക്കെ. നന്ദേട്ടൻ പറഞ്ഞു ചില നേരത്തെ കുട്ടിയുടെ പെരുമാറ്റം കണ്ട വല്ലാത്തൊരു രീതിയാണെന്ന്. എല്ലാ നേരത്തും എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. കുട്ടി ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. എനിക്കൊന്നും വേണ്ട. എന്താ കുട്ടിയുടെ മുഖത്തൊരു വല്ലായിക? ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയാ. എന്തേ, നന്ദേട്ടൻ വഴക്ക് പറഞ്ഞോ? അല്ല, ഞാൻ പോവാ. ഇനി പഠിക്കുന്നില്ല. ഇനി എനിക്ക് ആ കോളേജിൽ പഠിക്കാൻ കഴിയില്ല. ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല എനിക്ക്. ആരും ടീസ് ചെയ്യുന്ന ഞാൻ സഹിക്കില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. ഇങ്ങനെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? ഞാൻ എന്ത് കുറ്റം ചെയ്തു? പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി. ദേഷ്യം വരുന്ന കാണാനുള്ള രസത്തിന് ഇഷ്ടമാണെന്നൊക്കെ വെറുതെ തമാശ പറഞ്ഞു. പക്ഷേ പിന്നീട് എപ്പോഴാണ് അറിയുന്നത് ഞാൻ നന്ദസാനെ ശരിക്കും സ്നേഹിക്കുകയാണെന്ന്. ഇനി മറക്കാൻ കഴിയില്ല. ആദ്യമായി സ്നേഹം തോന്നിയ ഒരാളെ അത്ര പെട്ടെന്ന് ഒരു പെണ്ണിന് മനസ്സിന് പറിച്ചറിയാൻ കഴിയില്ല. പിന്നെ നിന്നെ നന്ദേട്ടൻ ഇതൊക്കെ അറിയോ? അറിയാം. അറിഞ്ഞിട്ട് അറിഞ്ഞില്ലെന്ന് നടിക്കാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോടുള്ള സിമ്പതിയുടെ പേരിൽ. ഒരു രോഗിയുടെ ആർക്കും തോന്നാവുന്ന സിമ്പതി. അതിനപ്പുറം സാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സാറിന് എന്നെ ഇഷ്ടമാണ്, എനിക്കതറിയാം. ഏതോ കടപ്പാടുകളുടെ പേരിൽ സാർ അത് മറച്ചു വെക്കാണ്. സ്വന്തം ജീവിതവും സ്വന്തം സുഖവും അതിനുവേണ്ടി വേണ്ടെന്ന് വെക്കാണ്. അല്ലെങ്കിൽ ആരോഗ്യ സൗന്ദര്യമുള്ള സാറിന് നിങ്ങളെപ്പോലെ രോഗിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ?
ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന സന്തോഷവും സംതൃപ്തിയും ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയോ? സാറിന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തിനാണ് സാറിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല നന്ദ. പെട്ടെന്നൊരു തളർച്ച വന്നത്രേ. നാളെ വന്നാ എന്നോട് വിവരം പറഞ്ഞത്. ചെന്നപ്പോ മുറിയിൽ ബോധമില്ലാതെ വീണ് കിടക്കുക. ഏട്ടൻ ഇങ്ങനെ കസേരയിൽ ഈ ഇരിപ്പ്. പിന്നെ കിഴക്കയിലെ വാസമൊക്കെ കൂടെ ഒരു കാറ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. മരുന്ന് മുടങ്ങിയോ അതോ പഥ്യം തെറ്റിച്ചോ? ഡാഡി എന്താ പെട്ടെന്ന്? വാ പറയാം. അവിടെ ഇരിക്കുന്ന ആ ആളിനെ നീ അറിയോ? അറിയാം, സാറിന്റെ അമ്മാവൻ. അതെ, അയാൾ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അയാളുടെ സംസാരം കേട്ടപ്പോ ആദ്യം എനിക്ക് ദേഷ്യം വന്നത്. ഇറങ്ങി പോകാൻ വരെ ഞാൻ പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി. അയാളെപ്പോലെ എനിക്കൊരു മോളുള്ളതുകൊണ്ട് ആവശ്യം ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്താ ഡാഡി? നീ അറിയില്ലേ അയാളുടെ മകൾ ഉമ്മ? ഫ്രണ്ട്സ് ഒരുമിച്ച് നീ അവിടെ പോയി താമസിച്ചിട്ടുള്ളതല്ലേ? ഇത്രയും കാലം നിന്റെ സാറ് വിവാഹം കഴിക്കാതെ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ബട്ട് ഫേറ്റ്, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം, നിന്റെ സാറിനും. അപ്പൊ പിന്നെ നന്ദന് പുതിയൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കേണ്ടത് അമ്മാവൻ നിലയ്ക്ക് ആ മനുഷ്യന്റെ കടമയാണ്. അയാൾ നന്ദനൊരു പ്രപ്പോസലുമായിട്ടാണ് വന്നത്. നിന്നെ നന്ദന് വിവാഹം കഴിച്ചു കൊടുക്കണം. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്റെ മകൾക്ക് വിവാഹപ്രായമായില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. അല്ലെങ്കിൽ അവൾ പഠിക്കുകയാണ്. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ബാലിശമായിരുന്നെങ്കിലും ഇടയ്ക്കറിയാതെ നീ നന്ദനെ സ്നേഹിച്ചല്ലോ. ഇപ്പോഴും ആ ഇഷ്ടം മനസ്സിൽ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ മകളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കില്ലെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തു. നിനക്ക് എന്ത് തീരുമാനം എടുക്കാം, ആലോചിച്ചിട്ട് മതി. പക്ഷെ ഇതിന്റെ പേരിൽ വേണ്ടാത്ത കോംപ്ലിക്കേഷൻസ് ഒന്നും നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു വിവാഹം കഴിച്ചാലേ ജീവിതത്തിന് അർത്ഥമുണ്ടാവൂ എന്നൊന്നുമില്ല. പക്ഷെ ഉമ്മയ്ക്ക് വേണ്ടി ഇനി എന്താണ് നന്ദന് ചെയ്യാനുള്ളത്? ഇപ്പൊ തന്നെ ഉമ്മ മരുന്ന് കഴിക്കുന്നില്ല. ഉമ്മ പറഞ്ഞതുപോലെ അവസാനത്തെ ആഗ്രഹം നന്ദൻ അത് സാധിച്ചു കൊടുത്താൽ നന്ദൻ പറയുന്നത് ഉമ്മയും അനുസരിച്ചേക്കും. ചിലപ്പോ മരുന്ന് കഴിക്കും, രോഗം ഭേദപ്പെട്ടൊന്നും വരാം. പിന്നെ ശ്രുതി, അവൾക്ക് നന്ദന ഇഷ്ടവുമാണ്. അത് ഇഷ്ടമൊന്നുമല്ല റഹ്മാൻ, വെറും ഇൻഫാക്ച്വേഷൻ, പ്രായത്തിന്റെ എടുത്തുചാട്ടം. എനിക്ക് അതെങ്ങനെ സാധിക്കും റഹ്മാൻ പറയുന്നു. നന്ദന്റെ ഇപ്പോഴത്തെ അസ്വസ്ഥത കൊണ്ട് തോന്നുന്ന സംശയങ്ങളാണ് അതൊക്കെ. അല്ല, തീർച്ചയായും അതെ. ഇതിനേക്കാളും വലിയ പ്രതികൂല സാഹചര്യങ്ങളുമായി മനുഷ്യൻ പൊരുത്തപ്പെടേണ്ടി വരാറില്ലേ? എനിക്ക് സാധിക്കില്ല റഹ്മാൻ. നന്ദൻ സ്നേഹിക്കുന്ന നന്ദന്റെ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള ഒടുവിലത്തെ ത്യാഗമാണെന്ന് കരുതിയെങ്കിലും, പക്ഷേ ഇത് നന്ദന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് ഇത്രേ പറയാൻ അറിയൂ. തീരുമാനമൊക്കെ നന്ദന്റെയാണ്. ഇതുവരെ കഴിഞ്ഞതെല്ലാം നമുക്ക്
മറക്കാൻ നോക്കാം. ഒക്കെ നിനക്കറിയാലോ. സിൻസിയറായ ഒരു ഭർത്താവായിരിക്കാൻ ഞാനും ശ്രമിക്കാം. കിടന്നോളൂ. മോളെ, എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്? എന്ത് പറ്റി കുട്ടിക്ക്? കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഈ ഇരിപ്പും അവനും. ഒന്നുമില്ലമ്മേ. ആരാ? ശ്രുതിയോ? എന്താ കുട്ടി ഈ കാട്ടിന്? ഇനി അടുത്ത് വാ. എപ്പോ വന്നു കുട്ടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. നന്ദേട്ടൻ വന്നിട്ടുണ്ടോ? നന്ദേട്ടനെയും ഭാര്യ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ഇന്നലെയും കൂടി നാണത്തള്ള പറഞ്ഞു. സാരി എടുത്തപ്പോ വലിയ കുട്ടിയായി ഇയാള്. സുഖാണോ? എന്ത് പ്രായശ്ചിത്താണ് ചേച്ചി ഞാൻ ചെയ്യേണ്ടത്? ഇനി എനിക്കിത് താങ്ങാൻ വയ്യ. എന്തൊക്കെയാ കുട്ടി പറയണേ? എന്നെ ഒന്ന് ശപിക്കാറുന്നില്ല ചേച്ചിക്ക്. എങ്കിൽ ഒരല്പം കൂടി ധൈര്യത്തോടെ ഈ മുമ്പിൽ വന്ന് നിൽക്കാമായിരുന്നു എനിക്ക്. കുട്ടിയാണ് എന്ത് തെറ്റിയതോ? എല്ലാം ദൈവനിശ്ചയാണെന്നേ ഞാൻ കരുതണുള്ളൂ. ഇല്ല ചേച്ചി, ചേച്ചി ഈ സ്ഥിതിയിലാക്കിയിട്ട് പിടിച്ചു വാങ്ങിയതല്ലേ എല്ലാം. വാശി തീർക്കാൻ നിഴലിനോടാണ് യുദ്ധം ചെയ്തത്. എനിക്കിപ്പോ അത് ബോധ്യായി. ഒന്നും അറിയാതെ ഒരു ഭാര്യയോടുള്ള എല്ലാ കടമകളോട് സാർ എന്നെ സ്നേഹിച്ചു തുടങ്ങി. എനിക്കത് താങ്ങാൻ വയ്യ. നന്നായിട്ട് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ കുട്ടി. ആ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് കരുതി സന്തോഷിക്കാം. കുട്ടിക്ക് എന്നും നന്മകളെ ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. ചേച്ചി, അച്ഛന് മനസ്സിലായില്ലേ? ശ്രുതി നന്ദേട്ടന്റെ ഭാര്യ. നന്ദേട്ടന്റെ ഭാര്യ എല്ലാം നേടിയില്ലേ? പിന്നെ എന്തിനും കൂടി പോന്നു? ഇനി എന്റെ മോളുടെ ജീവനാണ് വേണ്ടതെങ്കിൽ അത് മാത്രമേ ബാക്കിയുള്ളൂ. പാടത്ത് വെച്ച് കണ്ടു പടി കയറി വരണത്. ഒരിക്കലും ഈ പടി കയറിയതിന്റെ ഫലം ഞാനും എന്റെ മോളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനിയും അവളെ കരയിക്കാനാണ് ഭാവമെങ്കിൽ ചൂട് കിടപ്പുണ്ടകത്ത്. ഒന്ന് നിർത്തുണ്ടോ? ആരോട് എന്താ പറയണ്ടെന്ന് അറിയാണ്ട് നീറുക, ചങ്ക് നീറുക. ഞാനേ ഇവളുടെ അച്ഛനാ. എല്ലാം ഇത്രയും ദിവസം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. അന്നേ നന്ദനോടെല്ലാം പറയാൻ ഇറങ്ങി പുറപ്പെട്ടതാ. അപ്പൊ ഇവള് തടഞ്ഞു. എല്ലാം ഞാൻ സഹിച്ചോളാം അച്ഛ. നന്നേട്ടനൊന്നും അറിയരുതെന്ന് എന്റെ മോള് കരഞ്ഞു പറഞ്ഞു. സഹിക്കുക. കണ്ടോ, ഈ കട്ടിലിൽ കിടന്ന് എല്ലാം സഹിക്കുക. ഇനി ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണോ? ആ മുഖം എനിക്ക് കാണണ്ട. അമ്മാവാ, നന്ദേട്ടൻ അറിയണ്ടെന്ന് ഉമ്മ പറയാൻ മാത്രം എന്താണ്ടായത്? ഇല്ല എന്താ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒന്നിൽ നിന്നും മറക്കുകയാണ്. പറയാമാവാ. ഒന്നുമില്ല എന്താ, ഒന്നുമില്ല. ഉമ്മേ, എന്താ ഉണ്ടായതെന്ന് നന്ദേട്ടനോട് പറ. എന്നോട് പറയാതെയാണ് ഇവിടെ വന്നത്. വെറുതെ ഇവിടെ വരില്ല. പറ ഉമ്മേ. ഞാൻ പറയാം. ശ്രുതി വേണ്ട. വേണം, എന്നായാലും വേണം. എന്നായാലും അറിയണം. ഞാൻ കാരണമാണ് ചേച്ചിക്ക് രണ്ടാമത് സ്ട്രോക്ക് വന്നത്. എല്ലാം എല്ലാം ഞാൻ കാരണമാണ്. സാറിന് ചേച്ചിയുടെ സ്നേഹമില്ല, സിമ്പതിയാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സാറിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഒരു ഭാര്യയുടെ കടമ നിറവേറ്റാൻ ചേച്ചിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് ഞാൻ. നന്നായി, എല്ലാം നന്നായി. എല്ലാരും എല്ലാം ചെയ്തു തീർത്തല്ലോ. നന്നായി. നന്ദേട്ടൻ നന്മ വരാൻ ഉമ്മ ത്യാഗം ചെയ്തു. മോളുടെ കണ്ണീര് കണ്ട് അമ്മ അവനെല്ലാം മനസ്സിലൊടുക്കി.
നന്ദൻ നന്ദൻ മാത്രം കിട്ടി. ഇത്രയും വലിയ നന്മ നന്ദേട്ടന് വേണ്ടി ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഒരു സൗഭാഗ്യം നന്ദേട്ടന് തരണമായിരുന്നോ? ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ല. വേണ്ട. നീ കരയണ്ട. നിന്റെ കണ്ണീരിൽ പോലും ഉണ്ട് വിഷം. കരയണ്ട. നിനക്ക് മാപ്പില്ല. ഒരായുസ് മുഴുവൻ കരഞ്ഞാലും നിനക്ക് മാപ്പില്ല. റഹ്മാൻ, റഹ്മാൻ, നമ്മളെങ്ങോട്ടാ പോകുന്നു? നമ്മളെങ്ങോട്ടാ പോകുന്നെന്ന് ചോദിച്ചു. ഇനി അധികം ദൂരമില്ല. ഇതാവുന്ന വീട്ടിലേക്കുള്ള വഴിയില്ലേ? വണ്ടി നിർത്താൻ. വണ്ടി നിർത്താൻ. എത്തേണ്ടടുത്ത് എത്തുമ്പോൾ വണ്ടി നിൽക്കും.